ജസ്ന മോഡൽ തിരോധാനം വീണ്ടും. നമുക്കറിയാമല്ലോ, 2018 മാർച്ച് മാസം 22-നാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന അപ്രത്യക്ഷമായത്. ജസ്നയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇതുവരെയും പോലീസും CBIയും ക്രൈംബ്രാഞ്ചും അവസാനിപ്പിച്ചിട്ടില്ല. ഈ കേസ് ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസാണ്. അതിനുശേഷം ഒരു തുമ്പുമില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ആ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസിന്റെ അതേ നിഗമനത്തിൽ തന്നെയാണ് എത്തിയത്, ഒരു തുമ്പും ലഭിച്ചില്ല എന്ന നിഗമനം. അതിനുശേഷം CBI ഈ കേസ് ഏറ്റെടുത്തു. CBI ഈ കേസ് അന്വേഷിച്ചപ്പോഴും പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയ അതേ ഈ പറയുന്ന ലക്ഷ്യമില്ലായ്മയിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. അതായത് ജസ്നയെ കണ്ടെത്താനായില്ല. അങ്ങനെ ജസ്ന തിരോധന കേസ് എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 2024 CBI തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയെങ്കിലും ആ റിപ്പോർട്ട് കോടതി തള്ളുകയായിരുന്നു. തുടരന്വേഷണം വേണമെന്നായിരുന്നു കോടതിയുടെ നിലപാട്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോഴും ജസ്ന കേസ് ആ ഫയൽ അടച്ചിട്ടില്ല. സമാനമായ നിലയിൽ ഇപ്പോൾ ഒരു തിരോധാനം കൂടി ഉണ്ടായിരിക്കുന്നു. 4 ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ശനിയാഴ്ച രാവിലെ താമരശ്ശേരി കൈപ്പൊയിൽ റഷീദിന്റെ ഭാര്യ ജസീനയാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ജസീനയ്ക്ക് 30 വയസ്സുണ്ട്. ജസീനെ എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ള, പ്രത്യേകിച്ചും താമരശ്ശേരി പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. ജസീനയുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്ത് പോയപ്പോൾ പേരാമ്പ്രയിലാണ് ഇവർ അവസാനമായി എത്തിയത് എന്ന് മാത്രം പോലീസിന് കണ്ടെത്താനായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഈ മൊബൈലും CCTVയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ ഇതുവരെയും ഒരു പുരോഗതിയും ഈ കേസിന് നൽകിയിട്ടില്ല. അങ്ങനെ പോലീസ് എവിടെയാണ് ജസീന എന്നുള്ള കാര്യത്തിൽ വലയുകയാണ്. സമാനമായ നിലയിൽ എങ്ങനെയാണോ ജസ്നയുടെ തിരോധാനം ഉണ്ടായത് എന്നതിന് സമാനമായ നിലയിലാണ് ജസീനയുടെയും ഈ ഒരു തിരോധാനം. വീട്ടുകാരോട് പറഞ്ഞത് താൻ താലൂക്ക് ആശുപത്രി വരെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ 6 മണിക്കാണ് ജസീന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്താണ് പ്രശ്നം എന്നതിനെ സംബന്ധിച്ച്, കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ വ്യക്തമല്ല. അപ്പോൾ താമരശ്ശേരി പോലീസ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വിവരത്തെ ചുരുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ പേരാമ്പ്ര വരെ ജസീന എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിച്ചു, മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിച്ചു, പക്ഷേ ജസീനയെ കണ്ടെത്താനായില്ല. ജസീന എവിടെ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ് ജസീന വീട് വിട്ട് ഇറങ്ങിയത്? റഷീദിന്റെ ഭാര്യയാണ്. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ, അതോ ജസീനയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ, ജസീന സ്വയമായിട്ട് ഈ ജസ്ന പോയതുപോലെ എന്തെങ്കിലും കാരണത്താൽ അപ്രത്യക്ഷമായതാണോ എന്നതിനെ കുറിച്ചൊന്നും തന്നെ വ്യക്തതയില്ല. ഒരു സമാനതയുള്ളത് ഈ പറയുന്ന ജസ്നയും ജസീനയും തമ്മിലുള്ള ഒരു സാമ്യത എന്ന് പറയുന്നത് വീട് വിട്ട് ഇറങ്ങിപ്പോയത്, രണ്ടുപേരും സ്വമേധയാ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. ജസ്നയെ അവസാനമായി കാണുന്നത് എരുമേലിയിൽ വെച്ചാണ്. എരുമേലിലാണ് ജസ്നയുടെ CCTV ദൃശ്യങ്ങൾ അവസാനമായി കാണുന്നത്. പിന്നീട് ഒരു ലോഡ്ജിൽ എത്തിയെന്ന് പറയുന്നു. ഒരു ആൺസുഹൃത്തുമായി ലോഡ്ജിൽ ജസ്നയോട് സമാനമായിട്ടുള്ള ഒരാൾ എത്തിച്ചേർന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ആ ലോഡ്ജുകാരനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു, പക്ഷെ അതിനൊന്നും ഉത്തരം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് താരതമ്യം ചെയ്യാവുന്നത് ജസ്നയും ജസീനയും പോയത് സമാനമായ രീതിയിലാണ്. ഇവരുടെ തിരോധാനത്തിനും ഒരു സാമ്യതയുണ്ട്. വീട്ടിൽ നിന്ന് ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. ജസ്ന പോയത് പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്ന പോയതെങ്കിൽ ജസീന പോയത് ആശുപത്രിയിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതായാലും താമരശ്ശേരി പോലീസ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല നാട്ടുകാരുടെയും സഹായം പോലീസ് തേടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫോൺ നമ്പർ അടക്കം പോലീസ് കൊടുത്തിട്ടുണ്ട്. 4 ദിവസമായി ജസീനയെ കാണാതായിട്ട്. ഈ തിരോധാനം എന്താണ്, ജസീനയെ കണ്ടെത്താൻ കഴിയുമോ, തിരോധാനത്തിന്റെ കാരണം എന്താണ് എന്നിവരെ സംബന്ധിച്ച് ഇപ്പോൾ യാതൊരു വ്യക്തതയും പോലീസിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.